ഞാൻ ഒരുപാടെടുത്ത് അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. എടാ, നീ പറഞ്ഞതുപോലെ അവളെ ഈ ഏരിയ തന്നെയാണോ നീ കണ്ടത്? അതിനെടാ ഞാൻ കണ്ടതാ. പക്ഷെ നീ എന്തിനാ ഈ നട്ടപ്പാതിരിക്ക് പോയത്? നാളെ പോയാൽ മതിയായിരുന്നല്ലോ. അല്ലടാ, എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും അവളെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ ഈ ഏരിയയിൽ ഒരുവിധം വീടുകളെല്ലാം അന്വേഷിച്ച് നോക്കി. ഇനി ഒരു കുറച്ച് വീടുകളുണ്ട്, എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളി. ഞാൻ വിളിക്കാടാ. ആരിത്? നീ അകത്ത് തെറിപ്പിക്കുക, ഞാൻ നോക്കിക്കോളാം. ഈശ്വര, എവിടെയെങ്കിലും കാണണേ. ആരാ? എന്തു വേണം? അല്ല സാർ, ഈ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ പെങ്ങളാണ്. ഈ ഏരിയയിൽ എവിടെയോ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സാറേ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എടോ, ഈ നട്ടപ്പാരൊക്കെയാണോ ഇതൊക്കെ അന്വേഷിച്ച് വരുന്നത്? അതുമാത്രമല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന ആളൊന്നും ഇവിടെയില്ല. തനിക്ക് ആൾ മാറിയെന്നാ തോന്നുന്നത്. അങ്ങനെ പറയില്ല സാറേ. ഈ വീട്ടിൽ പെങ്ങന്മാരോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ? എടോ, തനിക്ക് വയ്യേ? ഈ ഫോട്ടോയിൽ കാണുന്ന ആളും എൻ്റെ അനിയത്തിയിട്ട് ഒരു മാച്ചും ഇല്ല. ഒന്നെങ്കിൽ തന്നെ ആരോ പറഞ്ഞ് പറ്റിച്ച്, അല്ലെങ്കിൽ തനിക്ക് പ്രാന്ത്. അല്ല, ഞാൻ ഇപ്പം എന്ത് പറയാനാ? സാർ അങ്ങനെ പറയില്ല സാറേ. സാറിൻ്റെ പെങ്ങളെ ഒന്ന് കണ്ടാൽ മതി, പ്ലീസ്. എടോ, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ ആരും ഇല്ല, ഇറങ്ങിപ്പോടോ. എടോ, ഇറങ്ങിപ്പോവാൻ. അതാരുമില്ല, കയറി പോകത്ത്.
ആരോ നിക്കണ്. നീ അവിടെ നിന്നാ മതി. ഇവിടെ ആരും ഇല്ലല്ലോ എടി. ഇല്ല, അവിടെ ആരോ ഉണ്ട്, ഞാൻ കണ്ട്. മറ്റവനായിരിക്കും, അവൻ പൊയ്ക്കാണൂല. ഞാൻ വിളിച്ചൊന്ന് നോക്കട്ടെ. നീ അവിടെ നിന്നാ മതി. ടാ, ഞാൻ പറഞ്ഞു എന്തിനാടാ പറ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞു കണ്ടാ മതി. നീ ഒന്നും പറയണ്ട. എനിക്കൊന്ന് കണ്ടാ മതി പ്ലീസ്. നീ ഒന്നും പറയണ്ട, ഇറങ്ങിപ്പോയാണ്. ഇനി മേലല്ലോ ഇവിടെ കണ്ടൂല്. ഇറങ്ങിപ്പോടാ. ചേട്ടാ, ഇവിടെ ആരോ ഉണ്ട്. ആരുണ്ട്? അവിടെ ആരോ ഉണ്ട്. നമുക്ക് പോലീസിനെ വിളിക്കണതാണ് നല്ലത്. പോലീസൊന്നും വേണ്ട, നീ അകത്ത് പോ, ഞാൻ നോക്കിക്കോളാം. എവിടെയാണോ വേണ്ടത്? ഇവിടെ തന്നെ. ചേട്ടാ, അവിടെ ആളുണ്ട്. നീ അകത്ത് പോ, ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, നമുക്ക് പോലീസിനെ വിളിക്കാം. ഇത് കുറെ നേരമല്ല തുടങ്ങിയിട്ട്. പോലീസിനെ വിളിക്കുക, അതാണ് നല്ലത്. ഞാൻ വിളിക്കാം പോലീസിനെ. എടി എന്തിന്? വിളിക്കാന്ന്. എടി പോലീസൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. പോലീസൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ മേലെ. പോലീസിനെ വിളിക്കണേന്ന് നല്ലത്. ഞാൻ വിളിക്കാം പോലീസിനെ. ഞാൻ പറഞ്ഞ കേറ്. പോലീസ് വേണ്ട. എടി ഞാൻ നോക്കിക്കോളാം. ഞാൻ ഒന്നും ചെയ്യണ്ട, നീ ഇവിടെ ഇരുന്നാ മതി, ഞാൻ നോക്കിക്കോളാം. പോലീസിനെ വിളിക്കണം. വേറെ വല്ല പ്രശ്നമാണ്, വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പോലീസിനെ പോലീസിനെ വിളിക്കണം, പറഞ്ഞാൽ മനസ്സിലാവുന്ന നീ. നിനക്കെന്തിൻ്റെ ഫോണ്? നീ ഫോൺ ഉണ്ടെങ്കിലല്ലേ പോലീസിനെ വിളിക്കുള്ളൂ. നിനക്കെന്തേടി? ഞാൻ പറയും പോലെ കേൾക്കാൻ നിനക്കെന്തൊരു കുഴപ്പം? ഇവിടെ വാടി, ഇവിടെ വാ. നിനക്കെന്തേടി? നീ എന്തിൻ്റെ പോലീസിനെ വിളിക്കണെന്ന്? നിനക്കെന്തിനാണ് നിന്റെ കുഴപ്പം? ഞാൻ ഉണ്ടല്ലോ, പിന്നെന്തിനും പോലീസ്? ചേട്ടൻ ഉണ്ടല്ലോ, പിന്നെന്തിനും പോലീസ്? നീ ഒന്നും ഉദ്ദേശിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പറയും പോലെ കേട്ട് ഇവിടെ ഇരുന്നോണം, മനസ്സിലായോ? ഞാൻ പറയും പോലെ കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം, മനസ്സിലായ?
കാ എവിടെ നീ ഒളിച്ചിരിക്കാതെ വാ. അത് നിന്റെ അനിയത്തിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ എൻ്റെ അച്ഛനും അമ്മയും എടുത്തു വളർത്തിയ ഒരു പാഴ് ജന്മമാണ് ആ പെണ്ണ്. നീ എന്തിണ്ടാ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞ? സ്വത്തുക്കളെല്ലാം ആ പാഴ് ജന്മത്തിന് എഴുതി കൊടുത്ത് എനിക്കാണെങ്കിൽ ഒരു മണ്ണുമില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരുമ്പോഴാണ് നിന്റെ വരവും എനിക്ക് കൊണ്ടങ്ങ് ഇളവിയത്. എന്തിനാടാ എന്റെ പ്രശ്നത്തിൽ കയറി ഇടപെടാൻ പറഞ്ഞേ? അല്ലെങ്കിൽ വേണ്ട. ഈ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ പെങ്ങളാണ്. അങ്ങനെ പറയില്ല സാറേ. ഈ വീട്ടിൽ പെങ്ങന്മാരോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ? എടോ, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ ആരും ഇല്ല, ഇറങ്ങിപ്പോണോ? നിനക്കെന്തിൻ്റെ ഫോണ്? നീ ഫോൺ ഉണ്ടെങ്കിലല്ലേ പോലീസിനെ വിളിക്കുള്ളൂ.
നീ പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. എടാ നീ എവിടെ എത്തി? എടാ ഞാൻ വന്നോണ്ടിരിക്കടാ. നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. പെട്ടെന്ന് വാ, നീ അങ്ങനെ രക്ഷപ്പെട്ടേ പറ്റൂ. എടാ ഞാൻ വരാം, ഞാൻ വന്നോണ്ടിരിക്കുന്നു, വരുമെന്ന്. ചേട്ടാ ഒന്ന് വണ്ടി നിർത്തൂ പ്ലീസ്. ഇവ എവിടെ പോയി കിടക്കണ? വാ ഒന്ന് കേറ്. അപ്പൊ നിന്നെ വല്ല ഉപദ്രവിച്ചോ? അതൊക്കെ പറയാടാ, നീ പെട്ടെന്ന് വണ്ടി. ഓ